അണ്ടർ-19 ഏകദിന ലോകകപ്പ് കിരീടം സ്വന്തമാക്കി ഇന്ത്യയിലെ ചുണക്കുട്ടികൾ നമ്മുടെ അഭിമാനം വാനോളം ഉയർത്തി. അതും 6ാം തവണ. കളി കഴിഞ്ഞും ഭാരതീയരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഒരാൾ. മറ്റാരുമല്ല, വൈഭവ് സൂര്യവംശി, ഭാരതത്തിന്റെ അഭിമാനം. ഹരാരയിൽ തീമഴ പെയ്യിച്ച 14കാരന്റെ പേര് എങ്ങനെ മറക്കാനാണ്? അണ്ടർ-19 ഏകദിന ലോകകപ്പ് ഫൈനലിൽ ചരിത്രമെഴുതിയ വൈഭവിന്റെ തകർപ്പൻ സെഞ്ചുറിയിലാണ് ഇംഗ്ലണ്ടിനെ നിലംപരിശാക്കി 411 എന്ന കൂറ്റൻ സ്കോറിലേക്ക് ഇന്ത്യ എത്തിയത്. 80 പന്തിൽ 15 4, 15 6 അടക്കം ഫൈനലിന്റെ സമ്മർദ്ദമേതുമില്ലാതെ ഇംഗ്ലണ്ട് ബൗളർമാരെ നിലം തൊടിയിക്കാതെ നേടിയ 175 റൺസ്. സ്ട്രൈക്ക് റേറ്റ് 218.75. അണ്ടർ-19 ലോകകപ്പിലെ ഏറ്റവും വേഗമേറിയ 2ാമത്തെ സെഞ്ചുറി. ലോകകപ്പ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ഇന്നിംഗ്സുകളിലൊന്ന്. അതിനാൽ തന്നെ വൈഭവാണ് അണ്ടർ-19 ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിലെ താരം. വൈഭവിന്റെ വെടിക്കെട്ട് പ്രകടനത്തിന് തുണയായ ഒരു വാട്സ്ആപ്പ് സന്ദേശമുണ്ട്. കുട്ടിക്കാലത്തെ പരിശീലകൻ മനീഷ് ഓജ അയച്ച സന്ദേശം: നീ നന്നായി കളിക്കുന്നുണ്ട്, പക്ഷെ ഒരു സെഞ്ചുറിയിൽ നിന്ന് അകന്നു നിൽക്കുകയാണ്. ഒപ്പം രഞ്ജി ട്രോഫി ഒഴികെ എല്ലാ ടൂർണമെന്റുകളിലും നിനക്ക് സെഞ്ചുറി നേട്ടമുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലും. മെസ്സേജിനുള്ള മറുപടി വൈഭവ് നൽകിയത് മൈതാനത്താണ്. പക്ഷെ അപ്പോഴും ചെറിയ സങ്കടം മനീഷ് ഓജയ്ക്കുണ്ട്. ഇരട്ട സെഞ്ചുറിക്ക് 25 റൺസ് മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ എന്ന കുഞ്ഞൊരു പരിഭവം. यूनिक है और जो आक्रामकता उन्होंने दिखाई है, जो इंटेंट दिखाया है, 15 छक्के 15 चौके, तो यूनिक बैटिंग है ये. अभी तक मुझे लगता है कि वर्ल्ड कप में उनके अंडर-19 वर्ल्ड कप के एज ग्रुप में ये सबसे बड़ा स्कोर है एंड सेकंड फास्टेस्ट सेंचुरी है, यदि मैं करेक्ट हूँ तो. लेकिन जो भी है, जिस तरीके से रिकॉर्ड तो सेकेंडरी है, लेकिन जिस शैली में वैभव ने बैटिंग किया है, जो इंटेंट रहा है, वो लाइक ग्रेट प्लेयर्स का जैसा होता है वैसा रहा है. और इट्स अ वेरी प्राउड मोमेंट फॉर ऑल ऑफ अस, फॉर ऑल बिहारीज एंड फॉर इंडिया की इस तरीके का बल्लेबाज हमारे इस धरती से उभर के आ रहे हैं और ऐसा परफॉर्मेंस दे रहे हैं. എന്നാൽ വൈഭവിന്റെ അച്ഛൻ ശരിക്കും ഹാപ്പിയാണ്. पूरे टूर्नामेंट में सारे बच्चों ने अच्छा खेला और आज जो वैभव खेला है तो हमको लगता है ऐतिहासिक पारी था और आज हम लोग वर्ल्ड कप जीते हैं. इसके लिए जो है हम लोग बहुत गर्व महसूस करते हैं. हमारा देश आज खुश है, सब खुश है और सब यहाँ मना रहे हैं. ആരാധകർ വാനോളം പുകഴ്ത്തുമ്പോഴും വിനയത്താൽ തലകുനിക്കുന്ന വൈഭവ് ശ്രദ്ധേയനാവുകയാണ്. കഴിഞ്ഞ 7-8 മാസമായി ടീമിലെ എല്ലാവരും കഠിനമായി അധ്വാനിക്കുന്നു. ഈ പുരസ്കാരങ്ങൾ താൻ ടീമിന്റെ സപ്പോർട്ടിംഗ് സ്റ്റാഫിന് സമർപ്പിക്കുന്നു. പരിശീലകർ തങ്ങളുടെ ഓരോ നീക്കങ്ങളും കൃത്യമായി നിരീക്ഷിക്കുകയും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ഒക്കെ ചെയ്തു. അനാവശ്യമായ സമ്മർദ്ദവും ചെലുത്തിയില്ല. അവരാണ് യഥാർത്ഥ ഹീറോ. വാക്കുകളിലെ വിനയം വൈഭവിനെ ഉയരങ്ങളിലേക്ക് ഉയർത്തുമെന്ന് ആശംസിക്കുകയാണ് കായിക പ്രേമികൾ. 2011 ബീഹാറിലെ തജ്പുരയിലാണ് വൈഭവിന്റെ ജനനം. ജന്മനാ കിട്ടിയ സിദ്ധിയല്ലേ, അതിനാൽ 4ാം വയസ്സിലെ കളി തുടങ്ങി. മകന്റെ ക്രിക്കറ്റ് പ്രേമം തിരിച്ചറിഞ്ഞ അച്ഛൻ സഞ്ജീവാണ് പ്രോത്സാഹനമേകി ഒപ്പം നിന്നത്. വീട്ടുമുറ്റത്ത് പരിശീലനവും തുടങ്ങി. 9ാം വയസ്സിൽ അങ്ങനെ അക്കാദമി. 2.5 വർഷം കൊണ്ട് സംസ്ഥാന അണ്ടർ-16 ടീമിൽ ഇടം പിടിച്ചു. പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടിയേ വന്നിട്ടില്ല. 13ാം വയസ്സിൽ രാജസ്ഥാൻ റോയൽസുമായി കരാറിൽ ഒപ്പിടുമ്പോൾ ഈ ഇടംകൈയൻ ബാറ്റ്സ്മാൻ വാർത്തകളിൽ ഇടം നേടിയിരുന്നു. ശരിക്കും ഒരു വണ്ടർ കിഡാണ് വൈഭവ്. ഭാവിയിലെ സച്ചിൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വൈഭവ് അടുത്ത സൂപ്പർ സ്റ്റാർ തന്നെയെന്ന് ഈ ലോകകപ്പോടെ കായിക ലോകവും അടിവരയിടുന്നു.